ചെറുപ്പം മുതലേ നമ്മളെ മദീൻ്റെ ഫീൽഡിലും ഉസ്താദ്മാരുടെ കൂടെയൊക്കെ ഞാൻ എത്തിപ്പെട്ടത് മുതൽ കണ്ട് പരിചയപ്പെട്ട രണ്ടാളുകളെ നിക്കാഹ് കൂടെ മർക്കസിൽ വന്നതാണ്. ഇന്നത്തെ ദിവസം ഇപ്പോൾ മർക്കസിലെ നിക്കാഹ് കോഴിക്കോട് ജില്ല കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പ് കണ്ണൂർ ജില്ല, രാത്രി പരിപാടി കാസർഗോഡ് ജില്ല. ഈ 3 സ്ഥലത്തേക്കും എങ്ങനെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മളെ നിക്കാഹിൻ്റെ വേദിയിലേക്കും പോയി നോക്കാം. മംഗല്യ വീട്ടിൽ നിന്ന് ആഘോഷമായിന്ന് ബാരക പാടുന്നു ചേലിലിന്ന്. മർഹബൻ ലക ഫീ يوم سعيد بمهر هذه القلادة الذهبية. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ് നിക്കാഹ് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. മർക്കസിൽ നേരെ കോഴിക്കോട് റെയിൽവേയിൽ വന്ന് ട്രെയിനിൽ കയറി ഇപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അൽമക്കർ നാടുകാണി എന്ന നമ്മളെ അമാനി ഉസ്താദൊക്കെ പഠിച്ച ഒരുപാട് ആളുകൾ അമാനി ബിരുദം കരസ്ഥമാക്കിയ ആ സ്ഥാപനത്തിൽ നടക്കുന്ന സമ്മർ വെക്കേഷൻ ക്യാമ്പിലാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് അവിടുത്തെ വിഷ്വൽസ് കാണാം. കണ്ണൂരെത്തിയാൽ നമ്മളെ വളരെ അടുത്തൊരു സുഹൃത്താണ് നമ്മളെ കാറായിട്ട് കൂട്ടാൻ വരുന്നത്, അവനെയൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ ഈ സമ്മർ വെക്കേഷൻ ക്യാമ്പ് ശരിക്കും രാവിലെ ആയിരുന്നു, അത് നേരെ ഉച്ചക്കേക്ക് മാറ്റുകയും ഇവരെ നിക്കാഹിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കണം. കുറച്ച് സമയം ഞാൻ നിക്കാഹ് നടക്കുന്ന എപ്പിസോഡ് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല, കാരണം ഈ ട്രെയിൻ മിസ്സാവുമെന്ന് എഴുതിയിട്ട് അവരെ ജസ്റ്റ് കാണുകയും 1-2 ഫോട്ടോ എടുക്കുകയും ആശംസ പറയുകയും ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തട്ടെ. ഈ വ്ളോഗ് കാണുന്നവരൊക്കെ നമ്മളെ 2 പുതിയാപ്പിളമാർക്കും ഒരു വിഷസ് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ സന്തോഷമാണ്. അവരെന്തായാലും ഇത് കാണണ്ടാവും. മാത്രമല്ല 2 പുതിയാപ്പിളമാരും എനിക്ക് ഫുഡ് വാങ്ങി തരണം, കാരണം ഞാനവിടെ വന്ന് നേരെ ഇങ്ങോട്ടേക്ക് ട്രെയിൻ കയറാനുണ്ടായതാ. വന്ദേ ഭാരതിൽ ആകെ ഒരു ചായയും ബിസ്ക്കറ്റും ഉള്ളൂ. വന്ദേ ഭാരതിൽ ചായയും ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 പുതിയാപ്പിളമാരും എനിക്ക് ഫുഡ് വാങ്ങി തരാം. ഓക്കെ, വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഇപ്പോൾ 11 മണിക്കാണ് വന്ദേ ഭാരത് ട്രെയിനെങ്കിൽ 15 മിനിറ്റ് മുന്നേ വരെ നമുക്ക് വന്ദേ ഭാരത് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 10:45 വരെ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു കണ്ണൂർ യാത്ര ഉണ്ടാകുക, പോട്ടെ ഇനിയൊരു കാസർഗോഡ് യാത്ര ഉണ്ടാകുക, പെട്ടെന്ന് ഒരാൾക്ക് പോകണം അർജൻറ്റായിട്ട് എന്തോ സാധനം വാങ്ങാൻ. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സാധാ ട്രെയിനിൽ നമ്മൾ AC ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു 500 റുപ്പീസാണ് ആകുക. അതേ റേഞ്ച് തന്നെ ഏകദേശം വന്ദേ ഭാരതിനുള്ളൂ. എന്നാലും നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. നല്ല സൗകര്യമാണ്. കോഴിക്കോട് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കണ്ണൂർ ട്രെയിൻ ഇറങ്ങി ഞാൻ പറഞ്ഞ എൻ്റെ കണ്ണൂരിലെ എൻ്റെ ഭയങ്കര അടുത്തൊരു കൂട്ടുകാരുടെ കൂടെ നമ്മളെ സമ്മർ വെക്കേഷൻ ക്യാമ്പിന് പോവുക. കണ്ണൂർ കോക്ടെയിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. കുടിച്ചവരുണ്ടാകാം, കുടിക്കാത്തവർ കുടിക്കുക. കണ്ണൂർ വരുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി നോക്കാം. ഏറുമാടത്തിലെത്തിയിട്ട് നമ്മൾ ഇതാണ് സമ്മർ വെക്കേഷൻ ക്യാമ്പിൻ്റെ കവാടം. അപ്പോൾ അൽമക്കറിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അമാനി ഉസ്താദ് അടക്കം ധാരാളം അമാനി ഉസ്താദുമാർ പഠിച്ചിറങ്ങിയ മഹത്തായ സ്ഥാപനമാണ് അൽമക്കർ. കണ്ണൂരിൽ തളിപ്പറമ്പിനടുത്താണ് സ്ഥാപനം. അറിയാത്തവർ വളരെ കുറവായിരിക്കും. ഇവിടെയാണ് നമ്മളെ അമാനി ഉസ്താദുമാരുടെ ഉസ്താദായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിൻ്റെ മഖ്ബറയുള്ളത്. നമുക്ക് അവരിലേക്കൊരു ഫാത്തിഹ ഓതാം, എന്നിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാവുന്ന പാട്ടായിരിക്കും. പണ്ടേ മദീനയിൽ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ, അന്നേ തൊട്ടിന്നോളം
അപ്പോൾ കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് നമ്മളിനി കാസർഗോഡേക്ക് പോവാണ്. കണ്ണൂരിൽ അധികം ഞാൻ വന്നു കഴിഞ്ഞാൽ അതാ ഇയാളെ കൂടെ ഉണ്ടാകുക, ഇയാളൊന്ന് ഇടങ്ങാറാക്കുക, അടുത്ത പരിപാടിക്ക് പോവാ. നമ്മൾ കാസർഗോഡ് എത്തിയിട്ടാ, കല്യാണപ്പുരയിലെത്തി. മുബഷീർ നമ്മളെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് എത്തിച്ച് ഫുള്ള് സുബ്ഹാനല്ലാഹ്, അടിപൊളി അടിപൊളി ഡ്രൈവിങ്, മാഷാ അല്ലാഹ്.